ഈ കുന്ന് കയറി മുകളിലെത്തിയാൽ നല്ല അടിപൊളി ഒരു വ്യൂ ആണ്. അത്യാവശ്യം വലിയൊരു കുന്ന് തന്നെയാണ് ഈ കുന്ന്. ഒരു 2-3 മിനിറ്റ് നടക്കാനേ ഉള്ളൂ. കുത്തനെ നടക്കണം. എനിക്ക് നല്ല കിതപ്പുണ്ട് ഈ കുന്ന് കയറിയപ്പം. ഞാൻ സ്ഥിരമായിട്ട് നടന്നൊന്നും ശീലമില്ലാത്തതുകൊണ്ട് തന്നെ ആയിരിക്കും. ഞാൻ ഈ വീഡിയോ എടുത്തതിന് ശേഷമാണ് ഈ വോയിസ് ഇതിൽ റെക്കോർഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് എൻ്റെ ബ്രീത്തിൽ ആ കിതപ്പ് അറിയാത്തത്. അടിപൊളി ഒരു വ്യൂ ആണ് ഇത് ഫുള്ള് കയറി കഴിഞ്ഞാൽ. നമ്മൾ ഇപ്പം തന്നെ നോക്കിക്കഴിഞ്ഞാൽ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ വ്യൂ കാണാം. പക്ഷേ ഏറ്റവും മുകളിലെത്തിയിട്ട് കാണുമ്പോഴാണല്ലോ അതിൻ്റെ ഒരു ഭംഗി. അപ്പോൾ നമുക്ക് ഏറ്റവും മുകളിൽ വരെ കയറിയിട്ട് ആ വ്യൂ ഒന്ന് കാണാം. ആ മുകളിൽ കാണുന്ന മരം ഉണ്ടല്ലോ, അവിടെയാണ് ഇതിൻ്റെ ഏറ്റവും ടോപ്പ്. ഞാൻ ഏകദേശം ഇവിടെ എത്തിയപ്പോൾ തന്നെ ഇനി കയറണം എന്നിങ്ങനെ വിചാരിച്ചു. പക്ഷേ ഇത്തിരി കൂടിയുള്ളൂ. അവിടെ ഇരിക്കാനൊക്കെ ഒരു അത്താണി പോലെയുള്ള ഒരു ഇതൊക്കെ ഉണ്ട്. ജസ്റ്റ് ഒരു കല്ല്, അതിൻ്റെ മുകളിൽ വേറൊരു കല്ല് കയറ്റി വെച്ചിരിക്കുന്നു. അപ്പോൾ ഏകദേശം മുകളിലെത്തി. ഇനി ഇവിടെ നിന്നുള്ള ഈ വ്യൂ, ഇതാണ് ആ വ്യൂ. നല്ല അടിപൊളി വ്യൂ. അപ്പുറത്ത് കാണുന്നത് പശ്ചിമഘട്ട മലനിരകളാണ്. അതിൻ്റെ അപ്പുറത്ത് കാണുന്നത് മലമ്പുഴ ഡാമിൻ്റെ റിസർവെയറാണ്. ഈ ഞാൻ നിൽക്കുന്നത് അതിനിപ്പുറത്തുള്ള വേറൊരു കുന്ന്. ഇനി ആ മേഘങ്ങളുടെ നേല് കാണാം, അവിടെ നിന്ന് കാണാം. ഇനിയിപ്പോൾ ഇവിടുന്ന് ഞാൻ നേരെ ക്യാമറ ബാക്കോട്ട് തിരിച്ചു കഴിഞ്ഞാൽ വീണ്ടും വലിയൊരു മല. നല്ല അടിപൊളി വ്യൂ ആണ്. മലമ്പുഴ ഡാമിൽ നിന്ന് റോപ്പ് വേ കയറുന്ന വഴിയിലേക്ക് പോവാം. അവിടെ നിന്ന് എത്തുമ്പോൾ റോപ്പ് വേൻ്റെ തൊട്ട് മുമ്പ് ഒരു ലെഫ്റ്റ് റോഡ് ഉണ്ടാവും. ആ റോഡിന് നേരെ കയറി പോന്നു കഴിഞ്ഞാൽ ഇവിടെ എത്തും. തെക്കേ മലമ്പുഴ വ്യൂ പോയിൻ്റ് എന്നാണ് ഇങ്ങോട്ട് പറയുന്നത്. നല്ല അടിപൊളി ഒരു കാടിനുള്ളിൽ കൂടെ ചെറിയൊരു വഴിയൊക്കെ ഉണ്ട്.